ഹലോ ഗൈസ്, ഇറ്റ്സ് മീ യോഗോ ലെജൻഡ് ഗൈസ്. ഇന്നാണെങ്കിൽ ഞാൻ കളിക്കുന്നത് +1 കീബോർഡ് എസ്കേപ്പ് BBNO മണി വേൾഡ് ആണ് ഗൈസ്. അതെന്ന് വെച്ചാൽ എന്തോന്ന് വെച്ചാൽ അയാൾ ഒരു നോർത്ത് അമേരിക്കൻ സിംഗറാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലായിടത്തും പോയി പാടും, പക്ഷേ നല്ല പാട്ടൊക്കെയാണ്. ഓക്കെ, ഇതിൻ്റെ ഒരു മറ്റേ ബ്രൂണോ മാർസിൻ്റെയൊക്കെ എവൻ്റ് പോലെ ഇതിൽ BBNO മണിയാണ് നടത്തിയത്. അപ്പോൾ ആണെങ്കിൽ ഇപ്പോൾ ഒരു ഇവൻ്റ് ഞാൻ കയറിയപ്പോൾ എൻ്റെ ഭാഗ്യമാണോ അതോ എന്തിനാണോ എന്തോ ഗൈസ് എനിക്കറിഞ്ഞൂടോ. ഞാൻ കയറിയപ്പോൾ തന്നെ ഇവൻ്റ് നടക്കുകയായിരുന്നു. കാരണമെന്ന് വെച്ചാൽ ഇതിൽ ഓരോ 3 മണിക്കൂറിൽ ഇങ്ങനെ ഇവൻ്റുകൾ നടക്കും. അങ്ങനെ ഞാൻ കയറിയപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. അതും ഇവിടെയാണെങ്കിൽ ഒരു 150x ഒരു ട്രെഡ്മില്ലും ഉണ്ട്. ഭയങ്കര ശബ്ദം കേസ്, എൻ്റെ ചെവി പോകുന്നുണ്ട്. ഒരു സൗണ്ട് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അതുപോലെ കോപ്പിറൈറ്റ് ഇഷ്യൂസും ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ സൗണ്ട് കുറച്ചത്. ഓക്കെ, അതൊക്കെ നമുക്കിവിടെ ഒത്തിരി നേരം നിന്ന് ഗ്രൈൻഡിങ് ചെയ്യാം കേസ്. എന്നാൽ നമുക്ക് ഇപ്പം തന്നെ എനിക്ക് 64 ലെവലുണ്ട്. നമുക്ക് വിൻസ് വേണം. വിൻസ് കിട്ടിയാൽ മറ്റേ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ മറ്റേ വാക്ക് പാഡാ അങ്ങനെയെല്ലാം വിളിക്കുക, ആ സാധനം കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ സ്റ്റേജ് എന്തിനാണോ എന്തോ കേസ്, അതിന് ഒരു ഉപയോഗവും ഇല്ലാത്തൊരു സ്റ്റേജാണ്. ആ ഒരു ലെവലുള്ളവർക്ക് വേണമെങ്കിലും അത് ചാടി കടന്ന് പോകാൻ പറ്റും. മറ്റേത് ബീൻസ് ആണെന്നാണ് തോന്നുന്നത്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ബീൻസ് കണക്കാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്. എന്തെങ്കിലും ആകുന്നു നോക്ക് കേസ്. ഗെയിം അങ്ങ് സ്റ്റക്കായി നിൽക്കുകയാണ്. ഓക്കെ, നമുക്ക് ഇതെന്തോ എയർപോർട്ടാണോ എന്തോ പോലെ. ഇത് മറ്റേ കൗബോയ്സിൻ്റെയൊക്കെ മൂവി കണ്ടിട്ടുള്ളൊരു കയറി അതുപോലത്തെ ഒരു ഇതിലുള്ള സംഭവമാണ്. ഓക്കെ, നമുക്ക് ഇവിടുത്തെ അടുത്ത ടെലിപ്പോർട്ട് പാട് ഇത് 55 റെക്കോർഡ്. ഞാൻ ചെയ്തു നോക്കാം പറ്റുമോ. അയ്യോ, ശേ, ഒന്നും കൂടെ ചെയ്തു നോക്കാം ഗൈസ്. ലാഗ് ആവുന്നുണ്ട്. ഇത് എൻ്റെ മൊബൈൽ പോലും അല്ല, എന്നിട്ട് പോലും ഇത് ഇത്രയും ലാഗ് ആവുന്നുണ്ട്. എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. ഇത്രയും ലാഗ് ആവുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് പുതിയ പാട്ട് തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ അതായത് എങ്ങനെയാണ് പാടേണ്ടതെന്ന് എഴുതി കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഊഫ് എന്ന് കാണിക്കുന്ന ചില ബേഡ് വേർഡ്സ് പറയുന്നതുകൊണ്ടാണ്. എന്ന് വെച്ചാൽ റോബ്ലോക്സിൽ അങ്ങനെ ഒന്നും പറഞ്ഞുകൂടല്ലോ, അതുകൊണ്ടാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് ആ അത് കേൾക്കുന്നത്. ഓക്കെ, ഇനി ഈ ക്ലോസിങ് ഡോറിൻ്റെ അടുത്ത് ചെന്നിരിക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് ഇപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഇപ്പം അവിടെ ഡെഡായി. ഓക്കെ, ഇത് കണ്ട ഇതെന്തോണ് സംഭവം എന്തോ ഗെസ്. പക്ഷെ ഞാൻ ഇന്നാളൊരു വീഡിയോയിൽ കണ്ട ബാഡ്ജ് യോഗോ ലെജൻഡ് ഓൺ സീക്രട്ട് വേർഡ്സ് സ്റ്റുഡിയോ എന്തിനൊക്കെ കാണിക്കുന്നുണ്ട്. ഞാൻ ഇതിനെപ്പറ്റി നല്ലോണം ഒന്ന് നോക്കിയിട്ട് ഒരു വീഡിയോ അതിനെപ്പറ്റി ഒരു ഷോർട്ടായിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കും ആ ബാഡ്ജുകൾ കളക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്നാലേ അതൊക്കെ കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ കിട്ടുകയൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ സ്റ്റേ ട്യൂൺ കേസ്. ഓക്കെ, ഈ 500 ക്യാഷ് എടുക്കുക. അപ്പോൾ എനിക്ക് ഇത്തൂടെ ആ വാക്ക് പാഡ് ഇത്തൂടെ ബൂസ്റ്റ് കിട്ടും. പിന്നെ എനിക്കിപ്പോൾ ട്രെയിലൊക്കെ വാങ്ങണമെന്നുണ്ട്. റീബർട്ട് ചെയ്യാം, കാരണം റീബർട്ട് ചെയ്യുമ്പോൾ ഇത്തൂടെ ബൂസ്റ്റാണ്, ഇരട്ടി ബൂസ്റ്റാണ്. എന്നിട്ട് ഇത് കഴിയുമോ എന്തോ ഇവൻ്റെ കഴിഞ്ഞ പാളി കേസ്. എന്നാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് BBNO മണി ഇതോ അവിടെ നിൽക്കുന്നുണ്ട് ഗൈസ്. എനിക്കിപ്പോൾ നോക്കാം എൻ്റെ 22,000. അതുപോലെ തന്നെ ഇത് സ്പീഡല്ല ഗൈസ് കേട്ടോ, അത് ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ ഈ നമ്മൾ നോർമൽ വേൾഡിൽ നിന്ന് BBNO വേൾഡിലോട്ട് വരുമ്പോൾ നമുക്ക് നോർമൽ വേൾഡിൻ്റെ സ്പീഡ് അല്ലായിരിക്കും കിട്ടുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇത് പുതിയൊരു വേൾഡല്ലേ, അതുകൊണ്ട് നമുക്ക് നോർമൽ വേൾഡിൻ്റെ സ്പീഡും ബൂസ്റ്റും ലെവലും റീബർട്ടും ട്രെയിലും അല്ലായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് ഇനി ഈ വേൾഡിൽ വന്നിട്ട് എൻ്റെ എല്ലാം പോയി എന്നും പറഞ്ഞൊന്നും വിഷമിക്കണ്ട. പക്ഷേ എനിക്ക് ഈ വേൾഡ് മൊത്തം കളിച്ച് തീർക്കാൻ പറ്റിയില്ലായിരുന്നു. കാരണം അന്ന് തന്നെ ഞാൻ ഇത്രയും കളിച്ചിട്ടും എനിക്ക് മൊത്തം തീർക്കാൻ പറ്റിയില്ല. ഞാൻ ഒരു 70 ലെവലേ എനിക്ക് എത്തിയുള്ളൂ. ഇവിടെയൊക്കെ നമുക്ക് ഇത്തിരി BBNO മണിയുടെ അടുത്തൊക്കെ നിന്ന് ഈ പാട്ടൊക്കെ ആസ്വദിച്ച് ഞാനാണ് വലിയ ആളെന്ന് പറഞ്ഞ് അടുത്തേക്ക് ഒരു സ്ക്രീൻഷോട്ട് എടുക്കാമായിരുന്നു, ഒരു പോസ്റ്റിടെ. പക്ഷേ എങ്ങനെ എടുക്കണം, ഇത്രയും വലിയ സാധനമില്ലേ. അല്ലെങ്കിൽ ഇയാളെ പുറത്ത് കയറാൻ പറ്റുമോ? എനിക്ക് ഇദ്ദേഹത്തിൻ്റെ പാട്ട് കേട്ട് പോകണം കേട്ടോ. നല്ല പാട്ടുകളാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്.
ഓക്കെ ഗൈസ്, ഒരു സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കണം. പറ്റുമോ എന്തോ എനിക്കറിയാൻ വയ്യ, കാരണം ഈ ക്യാരക്ടർ എപ്പോഴും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കില്ല. എന്തായാലും ഇതിൻ്റെ ഓണേഴ്സായ ഓക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഒരു സ്ക്രീൻഷോട്ട്. അതാണ് വീഡിയോ പെട്ടെന്ന് ഇങ്ങനെ ഇതായത്. ഓക്കെ, ഇതിൻ്റെ ഓണേഴ്സും ഡെവലപ്പേഴ്സും ആയ ലക്കി മാജിയും സീക്രട്ട് ലോക്കിയൊക്കെ ഒരു അടിപൊളിയായിട്ടുള്ള കാര്യം തന്നെ ചെയ്തു. നോക്ക്, നല്ല ഇതായിട്ടില്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. എനിക്കറിഞ്ഞൂടാ ബാക്കിയുള്ളവരുടെ കാര്യം, പക്ഷേ ഐ ലൈക്ക് ഇറ്റ് സോ മച്ച് ഗൈസ്. പിന്നെ ഇവിടെ ഒരു BBI മണിയാണ് അവിടുത്തെ ആ ബോസായിട്ട് വരുന്നത്. ഇതിൻ്റെ നമുക്ക് ചാടിപ്പോവാം. ഇത് മണിയുടെ സിമ്പിളാണ്. അയാളെ ലാസ്റ്റ് ആ പേരിൻ്റെ ഇത് ഞാൻ സൗണ്ട് കുറയ്ക്കട്ടെ, എനിക്ക് ചെവി ഒരുമാതിരിയാവുന്നു. കാരണം മറ്റേ 1800 അതാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഓ വാട്ട് ദ ഹെക്ക് ഗൈസ്, അതെങ്ങനെ പെട്ടെന്ന് ഞാൻ അവിടെ ചത്തുപോയത്? യു ക്യാൻ സ്പെൽ മൈ നെയിം വിത്ത് ഡോളേഴ്സ് ആൻഡ് റെയിൻബോ മണി. ഓക്കെ 1800 ഹീ സോ ഹാൻസം. നല്ല രസമുള്ള പാട്ടാണ് കേസ് അത്. പിന്നെ ഇതിൽ എനിക്ക് ബൂസ്റ്റ് വാങ്ങണമെന്നുണ്ടായിരുന്നു, മറ്റേ 2x 4x. പക്ഷേ ബൂസ്റ്റ് വാങ്ങണമെങ്കിൽ BBI മണി എന്ന് പറയണമല്ലോ. എനിക്ക് നോ മണി നോ റോബക്സ്. ഓക്കെ, ഇത് ഈ ഷോ കഴിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയാൻ വയ്യ, കഴിഞ്ഞ്. ഓക്കെ, ഇതോടെ എവൻ്റ് കഴിഞ്ഞാൽ എന്തോ എനിക്കറിയാൻ വയ്യ. ഓക്കെ, പുതിയ എന്തോ പാട്ടാണ് കേട്ടോ, ഒരു വിൻറ്റേജ് ടൈപ്പാണെന്ന് തോന്നുന്നു. കാരണം അതുകൊണ്ടല്ലേ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. എനിക്കറിഞ്ഞൂടാ, നമുക്ക് കേട്ട് നോക്കാം. ഓക്കെ, I treat my friends most day I feel like oof, on just oof. My parents getting on, I really visit home. Oh, I should get off my phone, but I'm scared of being alone. ഗൈസ്, അത് നല്ലൊരു പാട്ടാണല്ലേ. അത് നിങ്ങളൊക്കെ അത് വായിച്ച് കഴിഞ്ഞാണ് നല്ലൊരു ഒരു ഫീലിംഗ് ആയിട്ടുള്ളൊരു get back prioritized my girl and I broke up and I wasted all her love. Okay. ഓക്കെ, ഇതൊക്കെ നല്ല വരികളാണ്. ഇതെന്ത് ഞാൻ ഇപ്പം എൻ്റെ സ്പീഡ് 154. ഈ റോബ്ലോക്സിൽ ഇടയ്ക്കിടയ്ക്ക് ഉഫാക്കണം, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, നല്ല രീതിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഈ ഗെയിം ക്രാഷ് ആവുമോ എന്തോ, ഇപ്പം തന്നെ നല്ല ഗ്ലിച്ച് ആവുന്നുണ്ട്. ഇതെന്തൊരു സ്റ്റേജാണോ അത്? ഇത് നമുക്ക് അവിടെ നിൽക്കാം. ഇത് മറ്റേ ബീൻസിൻ്റെ പോടെ എൻ്റെ പേര് വയ്ക്കുന്ന മലയാളിയാണോ എന്തോ, അതന്നെ അറിയാൻ വയ്യ, എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് ടെലപ്പോർട്ട് ചെയ്യാം, കാരണം അതാണ് നല്ലത്. അയ്യോ, ഞാൻ മണ്ടായി. എനിക്ക് തിരിഞ്ഞാണ് പോവേണ്ടത്, ഞാൻ തിരിച്ചു ഓടി. ഒന്നും പറ്റിയിട്ടില്ല, ഞാൻ കറക്റ്റ് ഇടത്ത് തന്നെ വന്നിട്ടുണ്ട് ഗേസ്. ആർക്കും ഒരു ഡൗട്ടൊന്നുമില്ലല്ലോ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, നമുക്കിനി ഇവിടെ സൂക്ഷിച്ച് ഓക്കെ, ഈ ബാത്ത് ടബിൻ്റെ ഇടയിൽ ഒളിച്ചിരിക്കണം. ഓക്കെ. ഇത് പിങ് പോങ് ടേബിളാണെന്ന് തോന്നണ. അപ്പം അല്ലെങ്കിൽ അവിടെ എപ്പോൾ ഡെഡായിരുന്നു. ഇത് എത്രയാണ്? 70. റെക്കമെൻഡ് 70 ഇത് മറ്റേ വേൾഡ് 1 അത് കണക്കാണ്. പിന്നെ മാഞ്ഞു പോണ ടൈപ്പ് സാധനമാണ്. അപ്പം നമുക്ക് എനിക്ക് ഓടിയെത്താൻ പറ്റുമോ? ഓക്കെ, എത്തിയിരിക്കുന്നു കേസ്, എത്തിയിരിക്കുന്നു. എനിക്ക് ബാക്കി ലെവലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നു. എനിക്കറിഞ്ഞൂടെ. ഓക്കെ, റീബർത്ത് ചെയ്യാനുള്ള ടൈമാണ്. റീബർത്ത്. ഓക്കെ, ഇതെന്ത് റീബർത്ത്. ഓക്കെ ഗൈസ്, നോ റീബർത്ത് 5 ആണ്. അതെന്തോ അവൻ ഇങ്ങനെ തിളങ്ങണത്, എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, ഐ എം സീയിങ്. ഓക്കെ ഗൈസ്, നമുക്ക് വീണ്ടും ഇവിടെ നിന്ന് ഇത്തിരി കൂടെ ലെവലപ്പ് ആവാം. ഇത് ആരാ ഇത് കിടന്ന് ചാടുന്നത്? ഓക്കെ, BBI മണി വീണ്ടും അടുത്ത കോൺസേർട്ട് ഗെയിമിൽ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. എനിക്ക്
ട്രെയിൽ വാങ്ങണം. 5 മില്യണാ. 159 റോബക്സേ ഉള്ളൂ. 79 റോബക്സ്. പക്ഷേ I had no money. Okay, I am bankrupt guys. I am bankrupt. So you can place. Okay, ഒന്നും കൂടെ നോക്കാം. ഇത് ചാടിയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇവിടെ ഇതെന്തോ സ്കിൻ. ഗൈസ്, മുമ്പാണെങ്കിൽ കമ്മിങ് സൂണെന്നായിരുന്നു. ഇപ്പോൾ പുതിയ സ്കിൻസൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് ആ ക്യാൻഡി ട്രെഡ്മിൽ വാങ്ങാൻ ഒരു ഇതുണ്ട്. അതാരുടെ നോക്കിയാൽ -1 റോബക്സ്. ഓൾ റൈറ്റ്, ഇതൊരു സീൻ പാട്ടാണ്. ഇത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയാൻ വയ്യ. കാരണം ഞാൻ ചിലപ്പോൾ ഈ വീഡിയോ ഇടുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ സൗണ്ട് കുറയ്ക്കും. കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂസൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ചിലപ്പോൾ ഞാൻ സൗണ്ട് കുറയ്ക്കുന്നതായിരിക്കും. എന്നാലും കേൾക്കാൻ പറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഈ പാട്ടിൻ്റെ പേരെനിക്ക് അറിഞ്ഞൂടാ. കാരണം ആരെന്നോ കേസിൻ്റെ പേര്. ഓക്കെ, നല്ലൊരു പാട്ടാണ്, പക്ഷെ എനിക്ക് പേരെനിക്ക് അറിഞ്ഞൂടാ. ഇപ്പോൾ കേൾക്കണ പാതി പാട്ടുകൾ എനിക്ക് പേരെനിക്കിത് ഇതുവരെ അറിഞ്ഞൂടാ. ഇതിൽ കീൻ്റെ സൗണ്ടൊക്കെ മാറ്റാൻ പറ്റുമെന്ന് തോന്നണം, എനിക്കറിയാൻ വയ്യ. എനിക്ക് 1500 വിൻസ് വേണം. നമുക്ക് പോയി 500 വിൻസും കൂടെ കളക്ട് ചെയ്തിട്ട് വരാം. കാരണം അത് ഞാൻ ഞെക്കിയിട്ട് അത് വർക്കാവണില്ല. 1500 മതി. എനിക്ക് 1600 എന്നിട്ടും എനിക്കെന്താ ആവാൻ പറ്റാത്തത്. ഓക്കെ, നമുക്ക് എന്തായാലും പോയി ഓട്. ഓക്കെ. ഇത് ചിലയിടത്തൊക്കെ ഗ്ലിച്ചാവുന്നുണ്ട്. ഗ്ലിച്ചാവുന്ന ഈ മൊബൈലിൻ്റെ കുഴപ്പമാണോ അതോ ഇനി ഈ ഗെയിമിൻ്റെ ഗ്ലിച്ചാണോ എനിക്കറിഞ്ഞൂടെ കേസ്. പിന്നെ ഞാനൊരു മൊബൈൽ പ്ലെയറും കൂടെയാണ്, അതുകൊണ്ടും കൂടെ ആയിരിക്കാം ഇത്രയും ഗ്ലിച്ച്. ഇതിൽ എവിടെയോ ഞാൻ ഇങ്ങനെ നോക്കിയതിപ്പോൾ ഏതോ ഒരു റൂമിൽ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഞാൻ നോക്കിയത്. പക്ഷേ ആ റൂമല്ല, നമുക്ക് ഒന്നും കൂടെ ഓടിയിട്ട് വരണം, എന്നാലേ അത് കണ്ടെത്താൻ പറ്റുള്ളൂ. ഇതാര് മദ്ര ഉച്ചി. അയ്യേ, അവൻ ലൂസറാണ് ഗൈസ് അവൻ. കാരണം അവന് എൻ്റെ ഒപ്പം ഓടിയെത്താൻ പറ്റിയില്ല. അയ്യേ, മണ്ട. ഓക്കെ, നമുക്ക് 1100. എനിക്ക് വിൻസ്ട്രീക്ക് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ട്രെയിൽ എക്വിപ്പ് ചെയ്യാം. എൻ്റെ ബൂസ്റ്റ് പോയാന്തോ. ബാക്ക് പാഡ് പോയില്ല. 5. ഓക്കെ, നമുക്ക് വീണ്ടും കയറി ഇതിൽ 58,000. 52,000. ഇതെന്തോ ഡോളറാണോ അതോ റുപ്പിയാണോ എന്തുവാണിത്? എന്തോ ഒരു മണിയാണ് വരുന്നത്. ഡോളറായിരിക്കും, കാരണം ഇവിടെയൊക്കെ ഇതിൻ്റെ ഓണേഴ്സ് എല്ലാം ഫ്രഞ്ചാണ്. പക്ഷേ ഈ കോൺസേർട്ട് നടത്തണത് അമേരിക്കൻ അങ്ങനെ എന്തോ സംഭവമാണ്. ഓക്കെ, ഇവിടെ കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ കോൺസേർട്ടെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേസ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഇത്തിരിയൊക്കെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നമുക്ക് ഫ്രീക്കി ഓക്കെ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒത്തിരി നോക്കി ഓടിക്കളിച്ച് ഓരോ ഇതൊക്കെ കണ്ടെത്താം. എന്ന് വെച്ചാൽ ഇതിൽ എവിടെയൊക്കെ കുറേ എന്തൊക്കെ സംഭവങ്ങളുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഈ BBNO വേൾഡിൽ ഇത് നമുക്ക് ഓരോന്നും കണ്ടെത്താനായിട്ട് തന്നെ ഇതിൽ കുറേ സംഭവം ഉണ്ടെന്നാണ് പറയണത്. കുറേ കണ്ടെത്തി. ഓക്കെ, നമുക്ക് ഒന്നും കൂടെ നോക്കാം. ഓക്കെ ഗൈസ്, വീണ്ടും നമുക്കിങ്ങനെ ഓടി പോവാം ഗൈസ്. എന്നിട്ട് ഇനിയും പോവുകയാണെങ്കിൽ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഡിലീറ്റ് ചെയ്യും. നോക്കിയോ, ഇനിയും ഞാൻ ഇതാവണമെങ്കിൽ യൂട്യൂബ് ചാനൽ ഡിലീറ്റ് ചെയ്യും ഗൈസ്. ഞാൻ ഇതിൽ വല്ല മെസ്സേജ് വന്നാൽ നോക്കാൻ പോവേണ്ട, കാരണം ഐ എം പ്ലേയിങ് ഇൻ എ മൊബൈൽ ഫോൺ. ഓക്കെ, നമുക്ക് വീണ്ടും എയർപോർട്ട് വഴി സൂക്ഷിച്ച് പോകണം. ഇത് പ്രോഗ്രസ്സാണ്. ഇഫ് ഐ ലൂസ് ഐ വിൽ ഡിലീറ്റ് മൈ യൂട്യൂബ് ചാനൽ. സോ BBNO. ഓക്കെ, ഇതാണ്ട് ഈ സാധനം കണ്ടോ, ഇതൊക്കെ നമുക്കിങ്ങനെ കളക്ട് ചെയ്യാനുള്ള സാധനങ്ങളാണ്. ഇതൊക്കെ കളക്റ്റീവായിട്ടുള്ള ഇത് എവിടെയാണ് എന്തോ കേസ് ആ റൂം വരുന്നത്. നമുക്കിവിടെ ഈ ബാത്ത് ടോപ്പിൻ്റെ അടിയിൽ ഒളിച്ചിരിക്കാം. പിന്നെ പിങ് പോങ് ബോളിൻ്റെ അടിയിൽ. ഞാൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ നിർത്തുകയാണ്.
ഞാൻ ഡിലീറ്റൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഇതൊക്കെ ഞാൻ ചുമ്മാ ഓരോന്നൊക്കെ ഇങ്ങനെ കളിക്കാൻ വേണ്ടി പറയുന്നത്. അതൊന്നും നിങ്ങളെ കാര്യം നോക്കണ്ട ഗൈസ്. ഓക്കെ, നമുക്ക് വീണ്ടും പോയി ഇത് ഒന്നും കൂടെ ഒരു വട്ടം കൂടെ റൺ ചെയ്യാം. ഓക്കെ, അവിടെ ഇരുന്ന് ഒരുത്തി ലേസർ അടിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങേ അറ്റത്ത് ആ മേശ കാണാൻ പറ്റുമായിരിക്കും. അവിടെ നിന്നാണ് അതുകൊണ്ട് ഇവളാണ് ആ ലൈറ്റല്ല ലേസർ അടിക്കുന്നത്. ആ ലേസർ കൊണ്ടാണ് ഇവിടെ ഇല്ല ഈ റൂം. ആ ലേസർ കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ അത് കൂടുന്ന ആ പെർസെൻറ്റേജ് കൂടി 100 ആവണമെങ്കിൽ വി ആർ കുക്ക്ഡ് ഇൻ മീഡിയം റെയർ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഈ പാലം കൂടെ ബ്രിഡ്ജ് കടക്കാം. ഓക്കെ, എനിക്കിപ്പോൾ ബ്രിഡ്ജ് കടക്കാൻ പറ്റും. എനിക്ക് ആ ഇത് കടക്കാൻ പറ്റുമല്ലോ. ഇപ്പം എൻ്റെ സ്റ്റെപ്പ് കൂടി കേട്ടോ. ഇപ്പം എനിക്ക് 300ആയി. ഐറ്റം ഷോപ്പ് റീസ്റ്റോക്ഡ്. ഐറ്റം ഷോപ്പിൽ എന്തൊക്കെ ഉണ്ടാവും? ഐറ്റംസൊക്കെ എനിക്ക് വാങ്ങണമെന്നുണ്ട്, പക്ഷേ 800 ഓക്കെ, നമുക്ക് ബീൻസ് കടന്നു പോവാം. ഇത് ബീൻസാണോ എന്താണോ എന്തോ ഗൈസ്, ആരോ ഗൈസ്. ഓക്കെ, നമുക്ക് ഈ ലെവൽ 30 ഇതൊക്കെ ഈസി പീസി. ഓക്കെ, നമുക്ക് ഇതുകൂടെ സൗണ്ട് കൂട്ടാം, കാരണം ഇപ്പോൾ എവൻസ് ഒന്നും ഇല്ല. അതുകൊണ്ട് നമുക്കിനി സൗണ്ടൊക്കെ കൂട്ടിയിട്ടങ്ങ് പോവാം. ഒരു കീന് 199 റോബക്സാണ്. അതോ എല്ലാം കൂടെയാണോ അവർ ഉദ്ദേശിക്കുന്നത്? എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ഒരു കീനാണെങ്കിൽ അത് ഭയങ്കര വിലയായി പോയി ഗൈസ്. അതും ബിബിനോ വേൾഡിലെ കീകളുടെ സൗണ്ട് കേട്ടാൽ നിങ്ങൾക്ക് ചിരി വരും ഗൈസ്. അത്ര ഇതായിട്ടുള്ള കീകളാണ്. അതൊക്കെ ആരെങ്കിലും 199 രൂപ കൊടുത്ത് വാങ്ങുമോ ആരെങ്കിലും? എനിക്ക് വാങ്ങണമെന്നും ഇല്ല. എന്നാലും ഞാൻ പറയുന്ന ചിലവർ വാങ്ങിച്ചിടും, ചിലവർ വാങ്ങിച്ച് കാണുമല്ലോ. എനിക്ക് അറിഞ്ഞൂടാ. അയ്യോ ലക്ക് അൺലക്കിയസ്റ്റ് പേഴ്സൺ ഞാൻ തന്നെയാണെന്ന് തോന്നുന്ന കേസ്. ഓക്കെ, നമുക്കിവിടെയൊക്കെ ഈ എവൻ്റ് നടന്ന സ്ഥലത്തൊക്കെ പോവാം. ഇവിടെ ഒന്നുമില്ല. ഇവിടെയൊക്കെ ചിലപ്പോൾ കാണും കേസ്. എവിടെയെങ്കിലുമൊക്കെ ഓരോ സ്റ്റിക്കർ കണക്കത്തെ സാധനം കാണുമെന്നാണ് പറയുന്നത്. അത് ഞാൻ എൻ്റെ ഓണറിൻ്റെ വീഡിയോയിൽ തന്നെ കണ്ടതാണ്. ഓണറല്ല, മാർക്കറ്റിങ്ങിൻ്റെ എന്തോ ഇതായിട്ടുള്ള ലക്കി മാജി എന്ന് പറഞ്ഞ ഒരാളുടെ വീഡിയോയിൽ തന്നെ കണ്ടതാണ്. അത് ഇതിൻ്റെ ഓണറോ അങ്ങനെ എന്തോ സംഭവമാണ് ലക്കി മാജി. അപ്പോൾ ഇവിടെ എവിടെയൊക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഡമ്പൽ വാങ്ങാൻ പറ്റുമോ എനിക്ക്? ഐറ്റംസ് സ്കിൻസ് ഇങ്ങനെയൊക്കെ വാങ്ങാൻ പറ്റുമോ നോക്ക്? 400 റോബക്സോ? പിന്നെ അതെന്തോ ഐറ്റം, ഇത് ഇൻഫിനിറ്റിയാണ്. നമുക്ക് എത്ര വേണോ വാങ്ങാം. 100%. എന്നിട്ട് പിന്നെ എന്തുവാണ് ഇത് പറയണത്? ഇത് ഐറ്റം ഷോപ്പ് റീസ്റ്റോക്ക് എന്ന് എന്തോണോ ഗൈസ്, എനിക്ക് അറിഞ്ഞൂടാ. ഐറ്റംസ് ഇൻഫിനിറ്റി എന്നാണ് തോന്നുന്നത്. നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. നമുക്കെന്തായാലും വേൾഡിലോട്ട് വരാം, നമ്മളുടെ ഒറിജിനൽ വേൾഡിലോട്ട്. ഞാൻ ഇതായിരിക്കും വാങ്ങാൻ പോകുന്നത്, ആ ക്യാൻഡി ട്രെഡ്മിൽ. ഇതെനിക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു അഫോർഡിങ് കണ്ടീഷൻ. ചിലപ്പോൾ ഞാൻ ഇത് വാങ്ങും. പിന്നെ ആ ബൂസ്റ്റർ ഞാൻ കൂട്ടുന്നതായിരിക്കും. ലിറ്റിൽ മച്ച്, നോട്ട് ദാറ്റ് മച്ച്. ഓക്കെ ഗൈസ്, നമുക്ക് ഇങ്ങനെ ഓരോന്നൊക്കെ ട്രെയിലൊക്കെ. എനിക്കിപ്പോൾ റെയിൻബോ ട്രെയിലാണ്. എനിക്ക് മറ്റേ ഇതിന് ആയിട്ടാണ് ഞാൻ നോക്കുന്നത്. മറ്റേ എന്തോ ഒരു ബ്ലൂവും ഒരു പിങ്കിഷ് കളർ. പിന്നെ ഭയങ്കര ലാഗാണ് കേട്ടോ കേസ്. വല്ല എവൻസ് വല്ലതും നടക്കണമെന്തോ ഭയങ്കര ലാഗാണ്. അതിന് എൻ്റെ ഫോണിൻ്റെ കുഴപ്പമാണോ എന്തോ ഭയങ്കര ലാഗാവുന്നുണ്ട്. അതായത് വീഡിയോ എടുക്കുന്നതുകൊണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, പയ്യെ പോവാം. പയ്യെ ഈ സൈഡിൽ കൂടെ ഇപ്പോൾ പോകാൻ പറ്റൂലേ? മുമ്പ് എങ്ങനെയാണെന്നല്ലോ പോയിക്കൊണ്ടിരുന്നത്. ഓക്കെ. അയ്യോ, എനിക്കത് സുഖമായിട്ട് പോവാന്ന് കേട്ടാ. ഞാൻ പറഞ്ഞ ലാസ്റ്റ് സെക്കൻഡിൽ ഞാൻ ചാടി കയറിയിട്ട്. കാരണം എനിക്കിപ്പോൾ ഈ വീഡിയോ എടുത്തപ്പോൾ എനിക്ക് 125 ഇതായിരുന്നാലും ഞാൻ ഇന്നല്ല യെസ്റ്റർഡേ ഞാൻ ഈ ഗെയിം കളിച്ചപ്പോൾ ഒരു 25x ട്രെഡ്മിൽ വന്നു. ആകെ ഞാൻ അതിൽ ഓടിയത് വെറും 15 മിനിറ്റ്. കാരണം ഓരോ മണിക്കൂറിലും 15 മിനിറ്റ് ഓരോ മണിക്കൂറിലുമാണ് ആ ട്രെഡ്മില്ല് സ്പോൺ ആവുന്നത്. എന്നിട്ട് 15 മിനിറ്റ് അവിടെ എപ്പോഴും കാണും.
അങ്ങനെ ആ ട്രെഡ്മില്ലിൽ ഞാൻ കയറിയത് തന്നെ ആദ്യത്തെ 1 മിനിറ്റ് ഞാൻ കയറി. അപ്പോൾ തന്നെ അത് വന്നപ്പോൾ തന്നെ ഞാൻ കയറുകയും ചെയ്ത്. അങ്ങനെ എനിക്ക് ഇത് കുറേ നേരം അതിൽ നിൽക്കാനും പറ്റി. അങ്ങനെ എനിക്കിപ്പോൾ നല്ല സ്പീഡുണ്ട്. എനിക്കിപ്പോൾ ഏകദേശം 278 സ്പീഡാണ് എൻ്റെ. എനിക്കത് പക്ഷേ ഇതുവരെ കയറാൻ പറ്റിയിട്ടില്ല ആ കമ്പി. ആ കമ്പി കയറണമെങ്കിൽ 290 അങ്ങനെ എത്രയോ വേണമെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ എനിക്ക് 134ആണ്. ഞാൻ വീണ്ടും ഒരു വീഡിയോ ഇടുന്നതായിരിക്കും ഈ ഇതിൻ്റെ ഗെയിമിൻ്റെ. ബിക്കോസ് ഐ ലൈക്ക് ദിസ് ഗെയിം സോ മച്ച് ഗൈസ്. എനിക്ക് ഈ ഗെയിം ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, നമുക്കിങ്ങനെ ചാടാം പയ്യ. ഓക്കെ, അല്ലെങ്കിൽ തറയെ വീണ് ഇപ്പോൾ ചത്തുപോയിനെ. ഓക്കെ, ഇവൻ ചാടി. അതും പയ്യ ചാടണതായിരിക്കും. ഓക്കെ ഓക്കെ, ഇതെന്തോ ടെലപ്പോർട്ട് കോൺസേർട്ട്. അന്നിനാ ഞാൻ ഇപ്പോൾ അവിടെ നിന്നല്ലേ ഇങ്ങോട്ട് തിരിച്ചു വന്നത്. ഇനി വീണ്ടും അവിടെ തോറ്റാണ് പോകണം. പക്ഷേ ഇപ്പോൾ BBNO വേൾഡ് കാണാനില്ല. ഇതുപോലെ ഗ്ലിച്ചാണോ അതോ ഇനി എന്തെങ്കിലും എനിക്ക് അറിഞ്ഞൂടാ. എന്താന്ന് ഇപ്പോൾ ആ വേൾഡ് കാണാനില്ല. അവിടെ അതിൻ്റെ പോർട്ടൽ കാണാനില്ല ഗൈസ്. 2 ദിവസത്തേക്ക് വേണ്ടി മാത്രമാണ് എന്തോ ഇനി അവർ ബിൽഡ് ചെയ്ത് വെച്ചത്. ആരോ ഇനി ഈ ആകാശത്തിലൂടെ നമുക്ക് പറന്ന് ചുറ്റി കളിക്കാം ഗൈസ്. ഓക്കെ, പിന്നെ ഞാൻ ഒരു ഗ്ലിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഈ ഗ്ലിച്ച് വെച്ച് ഇങ്ങനെ പോകാൻ പറ്റുമെന്ന് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇല്ലേ, ഞാൻ ആ ഭാഗത്ത് എത്തിയിട്ട് അവിടെ കാണിച്ചു തരാം. ഓക്കെ 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 ഈ ട്രെഡ്മില് നമ്മളിങ്ങനെ പയ്യെ വെച്ചിട്ട് പയ്യെ തിരിഞ്ഞങ്ങ് കയറണം. അപ്പോൾ ഇവിടെ ഭയങ്കര അതുകൊണ്ട് അവിടെ എഴുതിയൊരു ബോർഡിൽ സൈൻ വരെ വെച്ചിട്ടുണ്ട്. വെരി സ്ലിപ്പറി എന്ന് പറഞ്ഞ്, ബി കെയർഫുൾ സ്ലിപ്പറി എന്ന് പറഞ്ഞ്. എന്നിട്ട് പയ്യെ ചാടി ചാടി പുഷ് കൊടുക്കണം. കാരണം അല്ലാതെ ഇവിടെ നടക്കുകയാണെങ്കിൽ വലിയ പുഷ് കിട്ടില്ല. നമ്മൾ ചാടണം. ഓക്കെ അത് പെർഫെക്റ്റ് ടൈമിങ് ആയിരുന്നു ഗെയ്സ്. ആ പെർഫെക്റ്റ് ടൈമിങ് നമുക്ക് ഇങ്ങനെ ചാടി 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 പോകണം ഗെയ്സ്. എന്നിട്ട് ഇവിടെ പൊള്ളയായ സീലിംഗാണ്. അതുകൊണ്ട് നമുക്കത് ആ പൊള്ള ഇതുവഴി ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ ഉള്ളിലോട്ട് ഇങ്ങനെ ഈ ബിഗ് ചോക്ലേറ്റ് ബോളിനെ കടന്ന് ഓക്കെ 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 ഞാൻ ഇതുവരെ ഇത്രയും ദൂരമൊന്നും വന്നിട്ടില്ല. ഓക്കെ, ഇത് കടക്കാൻ പറ്റുമോ? കടക്കാൻ പറ്റുമോ? ഓക്കെ ഗെയ്സ്, അപ്പോൾ ഞാൻ ചത്തുപോയിരിക്കുന്നു ഗെയ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഓൾസോ ഡോണ്ട് ഫർഗെറ്റ് ടു കമൻറ്റ് ഗെയ്സ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാലേ എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ബൈ ബൈ.